നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി പുകഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു ചോദ്യത്തിനാണ് ഇപ്പോൾ ഇന്ത്യൻ ഏകദിന നായകൻ ശുഭ്മാൻ ഗിൽ കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നത്. അടുത്ത വർഷം ദക്ഷിണാഫ്രിക്ക, നമീബിയ, സിംബാബ്വെ എന്നീ രാജ്യങ്ങളായി സംയുക്തമായി നടക്കാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ പ്രധാന പദ്ധതികളിൽ വിരാട് കോഹ്ലി ഇപ്പോഴും ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇതോടെ 50 ഓവർ ഫോർമാറ്റിൽ മുൻ ക്യാപ്റ്റനും റൺ മെഷീനുമായ വിരാട് കോഹ്ലിയുടെ ഭാവിയെക്കുറിച്ചും വിരമിക്കലിനെക്കുറിച്ചും ക്രിക്കറ്റ് ലോകത്ത് പരന്നുകൊണ്ടിരുന്ന എല്ലാവിധ ഊഹാപോഹങ്ങളും ആശങ്കകൾക്കും ഒടുവിൽ വിരാമമായിരിക്കുകയാണ്. അടുത്ത വർഷം ആഫ്രിക്കൻ മണ്ണിൽ വെച്ച് നടക്കുന്ന ലോകകപ്പ് ടൂർണമെന്റിനായുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പുകളെയും തന്ത്രപരമായ പദ്ധതികളെയും കുറിച്ച് താൻ വിരാട് കോഹ്ലിയുമായി വളരെ വിശദമായ ചർച്ചകൾ ഇതിനകം തന്നെ നടത്തിക്കഴിഞ്ഞതായി ഗിൽ വെളിപ്പെടുത്തി. ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ ആദ്യ ഏകദിന മത്സരത്തിന് മുന്നോടിയായി എഡ്ജ്ബസ്റ്റണിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഗിൽ കോഹ്ലിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ലോകകപ്പ് ഒരുക്കങ്ങളെക്കുറിച്ചും മനസ്സ് തുറന്നത്. ഇംഗ്ലണ്ടിനെതിരായ നിർണായകമായ ഏകദിന പരമ്പരയ്ക്ക് മുന്നോടിയായി ഇന്ത്യൻ ക്യാമ്പ് ഇപ്പോൾ അതീവ ഗൗരവത്തോടെയാണ് തയ്യാറെടുപ്പുകളാണ്. എഡ്ജ്ബസ്റ്റണിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ വരാനിരിക്കുന്ന ലോകകപ്പിനുള്ള കളിക്കാരുടെ പ്രധാന ഗ്രൂപ്പിനെ ടീം മാനേജ്മെന്റും സെലക്ടർമാരും ഇതിനകം തന്നെ കൃത്യമായി തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ക്യാപ്റ്റൻ ഗിൽ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് ശേഷം വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഏകദിന ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ക്രിക്കറ്റ് നിരീക്ഷകരും മാധ്യമങ്ങളും നിരന്തരം ഉയർത്തുന്നുണ്ടായിരുന്നു. എന്നാൽ പുറത്തുനിന്നുള്ള ഇത്തരം ചർച്ചകൾക്കൊന്നും ടീമിനുള്ളിൽ സ്ഥാനമില്ലെന്നും തങ്ങളുടെ ദീർഘകാല പ്ലാനുകളിൽ വിരാട് കോഹ്ലി ഇപ്പോഴും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഗിൽ തറപ്പിച്ചു പറഞ്ഞു. വിരാട് കോഹ്ലി എന്ന ഇതിഹാസ ബാറ്ററുടെ അനുഭവസമ്പത്തും വലിയ ടൂർണമെന്റുകളിൽ ടീമിനെ സമ്മർദ്ദഘട്ടങ്ങളിൽ താങ്ങി നിർത്താനുള്ള അദ്ദേഹത്തിന്റെ അസാമാന്യ കഴിവും ഇന്ത്യക്ക് 2027 ലോകകപ്പ് കിരീടം തിരിച്ചുപിടിക്കാൻ അത്യാവശ്യമാണ്. ടീം മാനേജ്മെന്റിനും കോച്ച് ഗൗതം ഗംഭീറിനും കോഹ്ലിയുടെ സ്ഥാനത്ത് വലിയ വിശ്വാസമാണ് ഉള്ളത്. സമീപകാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ വിരാട് കോഹ്ലി ഏകദിന ക്രിക്കറ്റിൽ എത്രത്തോളം അപകടകാരിയായ ഫോമിലാണെന്ന് വ്യക്തമാകും. ന്യൂസിലാൻഡിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും നടന്ന പരമ്പരകളിൽ വളരെ സ്ഥിരതയാർന്ന ബാറ്റിംഗ് പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. പേസിനെയും സ്പിന്നിനെയും ഒരുപോലെ നേരിടാൻ കെൽപ്പുള്ള കോഹ്ലി മധ്യനിര റൺസ് വേഗത്തിൽ ഉയർത്തുന്നത് ഇപ്പോഴും മറ്റൊരുക്കാലും മുന്നിലാണ്. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ ബാറ്റിംഗിൽ വിരാട് കോഹ്ലി ചെറിയ രീതിയിൽ കഠിനമായി പൊരുതിയിരുന്നു. എങ്കിലും സിഡ്നിയിൽ വെച്ച് നടന്ന കളിയിൽ തകർപ്പൻ ഇന്നിംഗ്സ് കളിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ പ്രതാപകാലത്ത് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഫോമിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് മികച്ച പ്രകടനങ്ങൾ തുടർന്ന് കോഹ്ലി ഇന്ത്യ വരാനിരിക്കുന്ന ലോകകപ്പ് പ്ലാനുകളിൽ തന്റെ സ്ഥാനം വീണ്ടും ശക്തമായി ഉറപ്പിച്ചു കഴിഞ്ഞു. കരിയറിൽ എത്ര വലിയ പ്രതിസന്ധികൾ നേരിട്ടാലും സിഡ്നിയിൽ കാണിച്ചതുപോലുള്ള തകർപ്പൻ തിരിച്ചുവരവുകളിലൂടെ താൻ എന്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്ററാകുന്നു എന്ന് കോഹ്ലി വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോകകപ്പിന് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്ക, നമീബിയ, സിംബാബ്വെ എന്നീ രാജ്യങ്ങളാണ്. കനത്ത വേഗതയും അപ്രതീക്ഷിതമായ ബൗൺസുമുള്ള ദക്ഷിണാഫ്രിക്കൻ പിച്ചുകളിൽ ബാറ്റ് ചെയ്യുക എന്നത് ഏതൊരു ലോകോത്തര യുവ ബാറ്റർക്കും വലിയ വെല്ലുവിളിയാണ്. ഇവിടെയാണ് വിരാട് കോഹ്ലിയെപ്പോലെ ഒരു സീനിയർ താരത്തിന്റെ സാന്നിധ്യം ഇന്ത്യക്ക് അത്യാവശ്യമായി മാറുന്നത്. ആഫ്രിക്കൻ മണ്ണിൽ കളിച്ചുള്ള കോഹ്ലിയുടെ വലിയ അനുഭവസമ്പത്ത് വരാനിരിക്കുന്ന ലോകകപ്പിൽ യുവതാരങ്ങൾക്ക് വലിയ മാർഗനിർദ്ദേശമായി മാറും. പ്രത്യേകിച്ച് വേഗതയേറിയ പിച്ചുകളിൽ വിരാട് കളിക്കുന്ന കവർ ഡ്രൈവുകളും സിംഗിളുകളും ഓടിയെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ അസാമാന്യ കായികക്ഷമതയും ഇന്ത്യൻ ബാറ്റിംഗിന്റെ തന്ത്രങ്ങളെ കൂടുതൽ ദൃഢമാക്കും. ഈ സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ടീം മാനേജ്മെന്റ് കോഹ്ലിയെ കേന്ദ്രീകരിച്ച് ലോകകപ്പ് പദ്ധതികൾ മെനയുന്നത്. വരാനിരിക്കുന്ന ലോകകപ്പ് സ്ക്വാഡിനെക്കുറിച്ചും ടീം കോമ്പിനേഷനെക്കുറിച്ചും ശുഭ്മാൻ ഗിൽ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വെളിപ്പെടുത്തലുകൾ നമ്മൾ കണ്ടതാണ്. ഇംഗ്ലണ്ടിൽ ഇപ്പോൾ കളിക്കുന്ന സാഹചര്യങ്ങളുമായി അടുത്ത ലോകകപ്പ് നടക്കാനിരിക്കുന്ന സൗത്ത് ആഫ്രിക്കൻ സാഹചര്യങ്ങൾക്ക് ചില സമാനതകളുണ്ടെന്ന് ഗിൽ പറഞ്ഞിരുന്നു. സൗത്ത് ആഫ്രിക്കൻ പിച്ചുകളിൽ നല്ല റെക്കോർഡുള്ള കളിക്കാർക്ക് ലോകകപ്പ് സംഘത്തിൽ അവസരമുണ്ടാകുമെന്നും ഗിൽ വ്യക്തമാക്കിയിരുന്നു. ഈ പ്രസ്താവന മലയാളി താരം സഞ്ജു സാംസണും വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. കാരണം സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ കഴിഞ്ഞ ഏകദിന പരമ്പരയിൽ മികച്ചൊരു സെഞ്ചുറി നേടി ഇന്ത്യക്ക് പരമ്പര സമ്മാനിച്ച താരമാണ് സഞ്ജു. കോഹ്ലിയെപ്പോലെ ഒരു മികച്ച ആങ്കർ റോളുള്ള പ്ലെയറുടെ കൂടെ സഞ്ജു സാംസണെ പോലുള്ള വെട്ടിക്കെട്ട് താരങ്ങളെയും കൂടിയിണക്കിയുള്ള ശക്തമായ ഒരു ബാറ്റിംഗ് ലൈനപ്പായിരിക്കും വരാനിരിക്കുന്ന ലോകകപ്പിൽ ഇന്ത്യൻ കളത്തിലിറങ്ങാൻ സാധ്യത. ഇന്ത്യൻ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും ടീമിന്റെ സീനിയർ താരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഫിറ്റ്നസും ഫോമും ഉണ്ടെങ്കിൽ പ്രായം വെറും ഒരു അക്കമാണെന്നും രാജ്യത്തിന് വേണ്ടി മികച്ച കളി പുറത്തെടുക്കുന്ന ആരെയും ടീമിൽ നിലനിർത്തുമെന്നും ഗംഭീർ മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. 2020 ടീമിൽ യുവതാരങ്ങൾക്ക് കൂടുതൽ മുൻഗണന നൽകുന്ന BCCIയും സെലക്ടർമാരും എന്നാൽ 50 ഓവർ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ വലിയ ടൂർണമെന്റുകളിൽ അനുഭവസമ്പത്തിന് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത്. 2011 ലോകകപ്പ് വിജയത്തിലും പിന്നീട് 2023 ലോകകപ്പിലെ റൺവേട്ടയിലും കോഹ്ലി വഹിച്ച പങ്ക് BCCIക്ക് അത്ര എളുപ്പത്തിൽ മറക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അജിത് അഗർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയും കോഹ്ലിയെ ടീമിൽ നിർത്താൻ പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വിരാട് കോഹ്ലി ഏകദിന ക്രിക്കറ്റ് അവസാനിപ്പിച്ച്
ടെസ്റ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്ന തരത്തിൽ വലിയ വാർത്തകൾ വന്നിരുന്നു. രോഹിത് ശർമ്മയുടെയും കോഹ്ലിയുടെയും പ്രായം ചൂണ്ടിക്കാണിച്ചായിരുന്നു പലരും ഈ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് കൃത്യമായി വിശദീകരണം നൽകിയതോടെ ഈ അനാവശ്യ വിവാദങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. വിരാട് കോഹ്ലി 2027 ലോകകപ്പിലും ഇന്ത്യയുടെ 3-ാം നമ്പറിലെ ബാറ്റിംഗ് നട്ടെല്ലായി തുടരുമെന്ന വാർത്തകൾ അദ്ദേഹത്തിന് കോടിക്കണക്കിന് വരുന്ന ആരാധകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. ഇംഗ്ലണ്ടിനെതിരായ ഈ ഏകദിന പരമ്പരയോടെ ഇന്ത്യ തങ്ങളുടെ ലോകകപ്പ് മിഷന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ്. എഡ്ജ്ബാസ്റ്റനിലെ മത്സരങ്ങൾ ഈ തയ്യാറെടുപ്പിന്റെ ആദ്യപടിയാണ്. വിരാട് കോഹ്ലി എന്ന ഇതിഹാസ താരം തന്റെ ബാറ്റ് വിസ്മയങ്ങളുമായി അടുത്ത ലോകകപ്പിൽ മഞ്ഞപ്പടയുടെ മറ്റ് ലോകരാജ്യങ്ങളുടെയും ബൗളർമാർക്കെതിരെ ഇന്ത്യൻ ജേഴ്സി കളക്കളത്തിൽ ഉണ്ടാകുമെന്ന ശുഭ്മാൻ ഗില്ലിന്റെ വാക്കുകൾ ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകുന്ന ഊർജ്ജം വളരെ വലുതാണ്. 2027 ഏകദിന ലോകകപ്പ് പദ്ധതികളിൽ വിരാട് കോഹ്ലി ഇപ്പോഴും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ വെളിപ്പെടുത്തലിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? വിരാട് കോഹ്ലിയുടെ സാന്നിധ്യം ഇന്ത്യക്ക് അടുത്ത ലോകകപ്പ് നേടാൻ സഹായിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ചിന്തകളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലുള്ള കൂടുതൽ ആവേശകരമായ വാർത്തകൾക്കും കൃത്യമായ വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക് യു.